വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് പോലും അത്ര സുഖകരമായ ജീവിത വ്യവസ്ഥകളുടെ അവരിൽ പലരും ആശ്രമത്തിൽ താമസിക്കുവാനും വൈഷ്ണവന്മാരുമായി ഇടപഴകുവാനും സാധിക്കുന്നിടത്തോളം കാലം ഏതു തരത്തിലുള്ള ജീവിതം വേണമെങ്കിലും കൃഷ്ണന് വേണ്ടി സ്വീകരിക്കുവാൻ അവർ തയ്യാറാണ്. അങ്ങനെ വിഷയ സുഖങ്ങളിൽ വൈമുക്തം നിൽക്കുന്ന ഒരു ആചാര്യനിൽ നിന്ന് വീഴ്ച ലഭിക്കുവാൻ പ്രാപ്തനാണ്. ബ്രഹ്മചര്യ സമേനാച്ച ധനേനാച്ച എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരാൾ ആചാര്യനിൽ നിന്ന് വീഴ്ച സ്വീകരിക്കുവാൻ തയ്യാറായാൽ അയാൾ തപസ്, ബ്രഹ്മചര്യം, ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം എന്നിവ പരിശീലിക്കുവാൻ തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറായി ദിവ്യമായ സ്നാനം നേടുന്നതിന് നിശ്ചയിച്ചാൽ അവൻ വീഴ്ചയ്ക്ക് അർഹനായി. ദിവ്യസ്നാനം എന്നതിന് സാങ്കേതികമായ അർത്ഥം സത്വിജ്ഞാനം, അതായത് പരമപുരുഷോത്തമനെ കുറിച്ചുള്ള അറിവ് എന്നാണ്. സത്വിജ്ഞാനാർത്ഥം ഒരു മേവാഭിയുക്തയെ പരമസത്യത്തെ കുറിച്ചുള്ള ദിവ്യമായ അറിവിൽ താല്പര്യമിച്ചവന് വീഴ്ചപ്പെട്ടതാണ്. അങ്ങനെയുള്ള മനുഷ്യൻ വീഴ്ച നേടുവാൻ ആചാര്യനെ സമീപിക്കണം. ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നു, തസ്മാത് വിജ്ഞാസു ശ്രേയ ഉത്തമം എന്ന ശരിയായ ജ്ഞാനത്തിൽ ആഗ്രഹമുള്ളവൻ ആചാര്യനെ പ്രാപിക്കണം എന്ന ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകാതെ അദ്ദേഹത്തെ കേവലം ഒരു ആചാര്യനായി വരിച്ചിട്ട് കാര്യമില്ല. ആത്മീയ ജീവിതമാണ് ഗന്ധേവനെ പ്രദർശിപ്പിക്കുന്നതിനായി ആരും ആചാര്യനെ സ്വീകരിക്കരുത്. അവൻ യഥാർത്ഥ ജിജ്ഞാസുവായിരിക്കണം. ആചാര്യനിൽ നിന്ന് സത്യമറിയുവാൻ ശരിക്കും താല്പര്യമുള്ളവനായിരിക്കണം. ഉത്തമമായ ജിജ്ഞാസു ശ്രേയ ഉത്തമം എന്നറിയുന്നതിനായിരിക്കണം അവന്റെ തീവ്രമായ അഭിലാഷം. ഭൗതികത്തിൽ നിന്ന് അതീതമായ അറിവിനെയാണ് ഉത്തമം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. സമ എന്നതിന് ഭൗതിക ലോകത്തിലെ അന്ധകാരം എന്നാണ് വിവക്ഷ. ഇത് എന്നതിന് വിജയം എന്നാണ്. സാമാന്യ ജനങ്ങൾ നിസ്സാര കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിലായിരിക്കും ആഗ്രഹം കാണിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് കാര്യത്തിലുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം ആശ്രയിച്ച് ഈ വിഷയങ്ങളിൽ താല്പര്യം ഒതുക്കാൻ അയാൾ ശിക്ഷയെടുക്കുവാൻ ശിക്ഷയും ജോലിയായി ശരിയായ ഗുരുവിൽ നിന്ന് വീക്ഷണത്തിൽ ഭഗവത് സേവനത്തിൽ ശരിക്കും വ്യാപരിച്ചു തുടങ്ങുന്നവൻ മധ്യമാധികാരിയായി അംഗീകരിക്കപ്പെടേണ്ടവനാണ്. കൃഷ്ണന്റെ പുണ്യനാമങ്ങൾ ജപിക്കുന്നത് എത്രയോ ഉച്ചസ്ഥായകമത്രേ. വൈകല്യം കൂടാതെ 10 തരം നാമാപരാധങ്ങളിൽ ഉള്ളതിൽ ഒന്നുപോലും കൂടാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരാൾ ശ്രദ്ധാപൂർവം ജപിക്കുന്ന ഘട്ടം അയാൾ അനുക്രമം ഉയർന്ന ഈശ്വരന്റെ നാമത്തിനും ഈശ്വരനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് അറിയുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു. ഈ അറിവിലേക്ക് ഉയർന്ന മഹാത്മാവിനെ നവാഗതരായ ഭക്തന്മാർ ആദരിക്കണം. അപരാധങ്ങൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കി ഈശ്വരന്റെ പുണ്യനാമങ്ങൾ ജപിക്കാതെ ഒരാൾക്കും കൃഷ്ണാവബോധത്തിൽ മുന്നേറാൻ അർഹതയുള്ള ഒരു സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യമല്ല. ഈ ചൈതന്യ കരുവാമരത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. വ്യാഹാര കോമല ശ്രദ്ധ കനിഷ്ഠാജന ഉത്തമ. ഏതൊരുവന്റെ ശ്രദ്ധവും കോമളവുമാണോ അവൻ കനിഷ്ഠനാണ്. എന്നാൽ പ്രക്രിയ മുടങ്ങാതെ അനുസരിച്ചുകൊണ്ടിരുന്നാൽ അവന് ക്രമത്തിൽ ഉത്തമ അധികാരിയുടെ നിലയിലേക്ക് ഉയരുവാൻ സാധിക്കും. എല്ലാവരും ഭക്തി ജീവിതം ആരംഭിക്കുന്നത് കനിഷ്ഠ അവസ്ഥയിലാണ്. എന്നാൽ പരിണാമം നിശ്ചിത സംഖ്യ ആവർത്തിച്ച് ശരിക്കും ജപിച്ചാൽ ക്രമത്തിൽ ഉത്തമാധികാരിയാകാം. കൃഷ്ണാവബോധ പ്രസ്ഥാനം 16 വർഷം നാമം ജപിക്കുവാനാണ് ആവശ്യപ്പെടാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ പാശ്ചാത്യത്തെ ശതമാനം ഉപയോഗിച്ച് കൂടുതൽ ജപിക്കുന്നതിന് വേണ്ട ഏകാഗ്രത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആവർത്തിയെ അവർക്ക് നിർദ്ദേശിക്കാറുള്ളൂ. എന്നാൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ അഭിപ്രായത്തിൽ 64 ആവർത്തി, അതായത് 100,000 തവണ ജപം നടത്താത്തവൻ പതിതനത്രേ. ആ മഹാത്മാവിന്റെ കണക്കനുസരിച്ച് പ്രായേണ നാം എല്ലാവരും പതിതന്മാരാണ്. എങ്കിലും പരമപുരുഷോത്തമനെ കഴിയുന്നത്ര ഗൗരവത്തോടും വഞ്ചനാരഹിതമായും സേവിക്കുവാൻ നാം ശ്രമിക്കുന്നത് കൊണ്ട് പതിതപാവനൻ എന്നും പ്രസിദ്ധനായ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം നമുക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഇതിനകത്ത് ഒരു ദീക്ഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തീർച്ചയായും ഒരു വ്യക്തി ആധ്യാത്മിക ഗുരുവിനെ ആശ്രയിച്ച് അദ്ദേഹം ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ വിജ്ഞാനം, തദ്വിജ്ഞാനം എന്ന് പറയുന്ന ആധ്യാത്മിക ജ്ഞാനത്തിനെ കുറിച്ചുള്ള ആ ജ്ഞാനം ഒരു കിട്ടണം എന്നുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം ദീക്ഷ എടുക്കാനായിട്ട്. അതായത് എല്ലാവരും ദീക്ഷ എടുക്കുന്നു, എനിക്ക് ദീക്ഷ എടുക്കണം എന്നുള്ളതല്ല വേണ്ടത്. ശരിക്കും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനത്തിൽ കൂടെ ഭഗവാനെ മനസ്സിലാക്കി തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോകണം എന്നുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം എങ്ങനെ ദീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആധ്യാത്മിക ജ്ഞാനം അന്വേഷിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പൊ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന പോലെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലോട്ട് വരണം. അപ്പോൾ ആ ആധ്യാത്മിക ജ്ഞാനം ഒരാൾക്ക് തീർച്ചയായും കിട്ടണം എന്നുള്ള മെറ്റീരിയൽ ഡിസയർ കുറഞ്ഞിരിക്കണം ആ വ്യക്തിക്ക്. എന്നാൽ ആധ്യാത്മികത്തിൽ താല്പര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഗുരുവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഭൗതിക ആഗ്രഹത്തെ വെച്ചുകൊണ്ട് എല്ലാവരും ദീക്ഷ എടുത്തു, എനിക്കും ദീക്ഷ എടുക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു ക്വാളിറ്റി അല്ല. പക്ഷെ ഭൗതിക വിഷയത്തിൽ താല്പര്യം കുറഞ്ഞു വരികയാണ്. എന്നാൽ ആധ്യാത്മിക വിഷയത്തിൽ താല്പര്യം കൂടുതലാണ്. ഈ ജന്മമെങ്കിലും ഞാൻ ഈശ്വരനിൽ എത്തിപ്പെടണം, ഈശ്വരനെ മനസ്സിലാക്കണം എന്നുള്ള ചിന്ത വരുന്നതാണ് യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനത്തെ വ്യക്തിക്ക് ദീക്ഷ എടുക്കാൻ സാധിക്കും. ആ ക്വാളിഫൈഡ് ആയ വ്യക്തിയാണ് എന്ന് പറയാണ്. ഇനി 10 അപരാധങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് 10 അപരാധങ്ങൾ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഈ 10 അപരാധങ്ങളും നമ്മൾ ചെയ്യാതെ ഹരിനാമം ജപിക്കണം. അപ്പൊ ഹരിനാമം ചെയ്യുമ്പോൾ ഈ 10 അപരാധം കൂടെ ചെയ്തുകൊണ്ടാണ് ഹരിനാമം ജപിക്കുമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹരിനാമത്തിന്റെ പൂർണ്ണമായ ആ എഫക്റ്റ് കിട്ടില്ല. ഒരിക്കലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു ഡോക്ടർ പറയും ഇന്ന ഫുഡ് അതിൻ്റെയോടൊപ്പം കഴിക്കരുതെന്ന് പറയും. ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ചിലപ്പോൾ നിങ്ങൾ മധുരം കഴിക്കരുത്, റൈസ് ആഹാരം, ചോറൊക്കെ കഴിക്കരുത്, അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് ഈ മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ ആ ഡോക്ടർ പറയുന്നത് പോലെ അനുസരിച്ചാൽ ആ അസുഖം പെട്ടെന്ന് ഭേദമാകും. പക്ഷെ ഡോക്ടർ പറയുന്നതൊന്നും കേൾക്കാതെ ഇതും കഴിക്കും മരുന്നും കഴിക്കും എങ്കിൽ ഇവരുടെ അസുഖം അങ്ങനെ മാറില്ല. പക്ഷെ അതുകൊണ്ട് ആ മരുന്നിന് എഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ മരുന്നിന് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് വരണമെങ്കിൽ ആ ഡോക്ടർ പറയുന്നത് പോലെ അനുസരിക്കണം. അവിടെ ശാസ്ത്രം പറയാണ് ഈ നാമ അപരാധങ്ങൾ 10 മാറ്റണം, 10 ചെയ്യാൻ പാടില്ല. എന്നിട്ട് നാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആധ്യാത്മികത്തിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകില്ല. അപ്പോൾ ഏതൊരു വ്യക്തിക്കും, ഒരു കനിഷ്ഠ അധികാരിക്ക് തനിയെ പ്രോഗ്രസ് ആയിട്ട് മധ്യമ അധികാരിയായിട്ട് മാറാൻ സാധിക്കും, അതിൽ നിന്ന് ഉത്തമ അധികാരിയായിട്ട് മാറാൻ പറ്റും. പക്ഷെ അതിന് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് ഒരു മിനിമം 16 റൗണ്ട്സ്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറയുന്നത് മിനിമം 16 റൗണ്ട്സ് എങ്കിലും ജയിക്കണം. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു, എൻ്റെ ഗുരുവിൻ്റെ കാലഘട്ടം, അതായത് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന്റെ ഗുരുയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പതിതൻ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാല് 64 മാല ജപിക്കാത്ത ഒരു വ്യക്തി ഫോൾ ഡൗൺ ആയ വ്യക്തിയാണ്, വീണുപോയ ആൾക്കാരാണ്. അതായത് ഒരാൾക്ക് ദീക്ഷ കിട്ടണമെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ ജപിക്കണം. 8 മണിക്കൂർ ജപിച്ചാൽ മാത്രമേ അന്നത്തെ കാലത്ത് ദീക്ഷ കിട്ടത്തുള്ളൂ. അങ്ങനെ 8 മണിക്കൂർ ജപിക്കാത്ത വ്യക്തികൾ പതിതന്മാരാണ്, വീണുപോയ ആത്മാക്കളാണ്. എന്നാൽ പ്രഭുപാദ് പറയുന്നു ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യം. ചൈതന്യ മഹാപ്രഭുവിനെ തന്നെ പറയുന്നത് പതിത പാവനൻ. അപ്പൊ പതിതന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോൾ ആ ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം കാരണം നമുക്ക് എങ്ങനെ മാറാം, ഈസി ആയിട്ട് നാമം ജപിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 അപരാധങ്ങൾ മാറ്റിവെച്ച് 16 മാല കൃത്യമായിട്ട് നമ്മൾ ജപിച്ചാൽ, പ്രഭുപാദ് പറയുന്നത് പോലെ ജപിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കനിഷ്ഠ അധികാരിയാവാം. ഒന്നുമേ അല്ല, ഇപ്പൊ നമ്മൾ ഏതൊരു സ്റ്റേജിലും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് തുടക്കക്കാരൻ്റെ ആ ക്വാളിറ്റി നമുക്ക് കിട്ടും. എന്നാൽ അതേ മാല കൃത്യമായിട്ട് നമ്മൾ ജപിച്ച് കുറച്ച് നാൾ ദീക്ഷയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ വരും. ഏതാണ്? മധ്യമധികാരിയുടെ സ്റ്റേജിലോട്ട് വരും. അവിടെ നിന്ന് നമ്മളെ പിന്നെയും
പ്രോഗ്രസ് ഉണ്ടാകും. അത് നമ്മൾ ഏത് സ്റ്റേജിലോട്ട് പോകും? ഉത്തമാധികാരിയുടെ സ്റ്റേജിലോട്ട് പോകും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വായിക്കാം. ആര് വായിക്കുന്നു? ശ്രീ സത്യരാജഖാൻ എന്ന് പറയുന്ന ഒരു 62-ാമത്തെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല സത്യരാജഖാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം മഹാപ്രഭു ഒരു വൈഷ്ണവനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പ്രത്യുത്തരം ഇപ്രകാരമായിരുന്നു: പ്രഭു കഹേ യാർന മുഖേ സുനി ഏക ബാര കൃഷ്ണനാമ സേയി പൂജ ശ്രേഷ്ഠ സഭാകാര. ഒരാൾ ഒരു തവണയെങ്കിലും കൃഷ്ണ എന്ന് ഉച്ചരിക്കുന്നതായി കേട്ടാൽ സാമാന്യ ജനങ്ങൾക്കിടയിൽ അയാൾ ഒരു ശ്രേഷ്ഠനാണെന്ന് കരുതണം. ചൈതന്യ ചരിതാമൃതം മധ്യലീല പറയുന്നു. മഹാപ്രഭു തുടർന്ന് പറഞ്ഞു: അത ഏവയാന മുഖ ഏ കൃഷ്ണ നാമ സേത വൈഷ്ണവ കരീഹ താനുഹര സമ്മാന. ഒരാൾ കൃഷ്ണന്റെ പുണ്യനാമം ജപിക്കുന്നതിൽ താല്പര്യമുള്ളവനോ അല്ലെങ്കിൽ പരിചയം മൂലം കൃഷ്ണനാമം ജപിക്കുന്നതിൽ ഇഷ്ടമുള്ളവനോ ആണെങ്കിൽ അയാളെ വൈഷ്ണവനായി അംഗീകരിച്ച് മനസ്സുകൊണ്ടെങ്കിലും ആദരിക്കേണ്ടതാണ്. ചൈതന്യ ചരിതാമൃതം മധ്യലീല 15.111. പ്രസിദ്ധനായ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഗായക സുഹൃത്ത് കൃഷ്ണപുണ്യ നാമജപത്താൽ ആകർഷിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം തന്റെ ഗാന റെക്കോർഡുകളിൽ പോലും ആ പുണ്യനാമം പലവട്ടം ഉച്ചരിച്ചിട്ടുണ്ട്. ഗൃഹത്തിൽ അദ്ദേഹം കൃഷ്ണന്റെ ചിത്രങ്ങളുടെയും കൃഷ്ണാവബോധ പ്രവാചകന്മാരുടെയും മുമ്പിൽ ആദരം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും അദ്ദേഹത്തിന് കൃഷ്ണന്റെ നാമങ്ങളോടും പ്രവർത്തനങ്ങളോടും വലിയ മതിപ്പുണ്ട്. തന്മൂലം ഞങ്ങളും അദ്ദേഹത്തെ സമാദരിക്കുന്നു. ഈ മനുഷ്യൻ കൃഷ്ണാവബോധത്തിൽ അനുക്രമം പുരോഗമിക്കുന്നതായി ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് ആദരം പ്രദർശിപ്പിക്കേണ്ടതാണ്. പുണ്യങ്ങളായ ഭഗവത് നാമങ്ങളെ പതിവായി ജപിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ അനുക്രമം പുരോഗമിക്കുവാൻ ശ്രമിക്കുന്ന ജനങ്ങളെ വൈഷ്ണവന്മാർ ബഹുമാനിക്കണമെന്നാണ് താല്പര്യം. മറിച്ചും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രവാചകന്മാരായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ചില സമകാലീന സുഹൃത്തുക്കൾ ഭഗവത് നാമ കീർത്തനത്തിൽ വീഴ്ച വരുത്തിയതു മൂലം ജീവിതത്തിന്റെ ഭൗതിക വശത്തേക്ക് ക്രമത്തിൽ അധപ്പതിച്ചതായി നാം കണ്ടിരിക്കുന്നു. സനാതന ഗോസ്വാമിക്ക് ഉപദേശം നൽകുന്ന സന്ദർഭത്തിൽ ചൈതന്യ മഹാപ്രഭു ഭക്തി സേവനത്തെ നന്നായി തരംതിരിക്കുകയുണ്ടായി. ശാസ്ത്രയുക്തിനാക്കി ജാനേ ദൃഢ ശ്രദ്ധാവാൻ മധ്യമ അധികാരി സേയി മഹാഭാഗ്യവാൻ. ശാസ്ത്രജ്ഞാനം ദൃഢമായി ഉറച്ചിട്ടില്ലെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനത്തിൽ ഉറച്ച വിശ്വാസം കൈവളർത്തി നിശ്ചിത ഭക്തിയുത സേവനങ്ങൾ വിശ്വസിക്കാതെ നടത്തുന്ന ഒരാൾ മധ്യമാധികാരിയായി ഗണിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ളവൻ ഭൂരിഭാഗ്യശാലിയത്രേ. ചൈതന്യ ചരിതാമൃതം മധ്യലീല 22.67. മധ്യമാധികാരി ശ്രദ്ധാവാൻ ആണ്. ഭക്തിമാർഗത്തിൽ ഇനിയും പുരോഗമിക്കുവാൻ അർഹതയുള്ളവനുമാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യലീല 22.64 വീണ്ടും പറയുന്നു: ശ്രദ്ധാവാൻ ജനയഹ ഭക്തി അധികാരി ഉത്തമ മധ്യമ കനിഷ്ഠ ശ്രദ്ധ അനുസാരി. ശ്രദ്ധയുടെ അളവനുസരിച്ച് ഒരാൾക്ക് കനിഷ്ഠന്റേതോ മധ്യമത്തിന്റെയോ ഉത്തമന്റേതോ ആയ ഭക്തി തലത്തിൽ എത്തിച്ചേരുവാൻ അർഹത ലഭിക്കുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യലീല 22.62 പിന്നെയും പ്രസ്താവിക്കുന്നത് നോക്കൂ: ശ്രദ്ധാ ശബ്ദേ വിശ്വാസ കഹേ സുദൃഢ നിശ്ചയ കൃഷ്ണേ ഭക്തി കൈലെ സർവകർമ്മ കൃതഹയ. കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് മൂലം ഒരുവൻ തന്റെ മറ്റെല്ലാ വിഹിത കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നു. ഭക്തിയുത സേവനം നിർവഹിക്കുന്നതിന് സഹായകമായ ഒരു ദൃഢവിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയപ്പെടുന്നത്. കൃഷ്ണനിലുള്ള വിശ്വാസം, ശ്രദ്ധ കൃഷ്ണാവബോധത്തിന്റെ പ്രാരംഭമാണ്. വിശ്വാസം എന്നാൽ സുദൃഢമായ വിശ്വാസം എന്ന് വിവക്ഷ. ശ്രദ്ധാലുക്കൾക്ക് ആധികാരിക ഗ്രന്ഥമാണ് ഭഗവത്ഗീത. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് സ്വന്തം വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ അതേപടി സ്വീകരിക്കേണ്ടതാണ്. അർജുനൻ ഭഗവത്ഗീതയെ അങ്ങനെയാണ് സ്വീകരിച്ചത്. ഭഗവത്ഗീതയെല്ലാം കേട്ട ശേഷം അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു:
സർവം ഏതത് ഋതം മന്യേ യന്മാം വദസി കേശവ എന്ന്. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ പൂർണ്ണമായും സത്യമായി അംഗീകരിക്കുന്നു എന്ന് ഭഗവത്ഗീത 10.14. ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിനുള്ള ശരിയായ രീതി ഇതുതന്നെയാണ്. ഇതിനെ ശ്രദ്ധ എന്ന് പറയുന്നു. തന്റെ ഇഷ്ടപ്പെടിയുള്ള വ്യാഖ്യാനത്തോടുകൂടി ചില ഭാഗങ്ങൾ സ്വീകരിക്കുക, മറ്റു ഭാഗങ്ങൾ തള്ളിക്കളയുക, ഇങ്ങനെയല്ല ഭഗവത്ഗീത പഠിക്കേണ്ടത്. അത് ശ്രദ്ധയല്ല. ഭഗവത്ഗീതയിലെ എല്ലാ ഉപദേശങ്ങളുടെയും പൂർണ്ണമായും സ്വീകരിക്കുന്നതാണ് ശ്രദ്ധയുടെ ലക്ഷണം. അവയിൽ വെച്ച് വിശേഷിച്ചും സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ഉപദേശം ഏറ്റവും മുഖ്യമത്രേ. എല്ലാ ധർമ്മങ്ങളെയും വെടിഞ്ഞ് എന്നെ പൂർണ്ണമായും ശരണം പ്രാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഭഗവത്ഗീത 18.66. ഈ ഉപദേശത്തിൽ ഒരാൾക്ക് പൂർണ്ണമായും ശ്രദ്ധയും വിശ്വാസവും ഉണ്ടായാൽ അത് അയാളുടെ ആത്മീയ ജീവിത പുരോഗതിയുടെ ആധാരമായി തീരും. ഹരേ കൃഷ്ണ. അപ്പോ ഇവിടെ വൈഷ്ണവനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സത്യരാജ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിടെ ചോദിക്കുമ്പോൾ ആരാണ് വൈഷ്ണവൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് ചോദിച്ചാല് നാമം ജപിക്കുന്നവർക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയാണ്, ആരാണോ ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് ജപിച്ചോ അവര് വൈഷ്ണവനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക്, കൃഷ്ണ എന്ന് ഒരാൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ജപിച്ചാൽ ഒരു വൈഷ്ണവനാണ്, ഒരു കൃഷ്ണഭക്തനാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മൊത്തം മന്ത്രവും ഒരു പ്രാവശ്യം ജപിച്ചാൽ അയാളുടെ അവസ്ഥ എന്താണ്? അത് അദ്ദേഹത്തിനേക്കാളും ഒരിക്കൽ കൃഷ്ണ എന്ന് ജപിച്ച ആളെ വൈഷ്ണവൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മുഴുവനും ജപിച്ചാൽ അയാള് വൈഷ്ണവനാണ്. അപ്പോ 16 മാല 108 പ്രാവശ്യം ഒരു മാല ജപിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാകും? അങ്ങനെ ഡെയിലി 16 മാല ജപിക്കുന്ന വ്യക്തികളെ എന്തുമാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഭക്തന്മാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. കാരണം ഭഗവാന്റെ നാമം ജപിക്കാതെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ, ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കാതെ ജീവിക്കുന്ന ജീവിതം ഒരു പ്രയോജനമില്ലാത്ത ജീവിതമാണ്. അതൊരു മൃഗതുല്യമായ ജീവിതമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല നമുക്ക്. മൃഗങ്ങളും ജീവിക്കുന്നുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. എന്നാൽ ആ കൃഷ്ണനാമത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് കൃഷ്ണഭക്തന്മാരോടൊപ്പം നമ്മൾ സേവനം അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ അതാണ് പരമമായ ലൈഫ്, പരമമായിട്ടുള്ള ജീവിതം എന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃഷ്ണഭക്തന്മാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് കാരുണ്യമുള്ള വ്യക്തികളാണ് കൃഷ്ണഭക്തന്മാർ. എങ്ങനെയെങ്കിലും മറ്റൊരു ജീവാത്മാവ് കൃഷ്ണനിലോട്ട് എത്തണം, കൃഷ്ണപ്രേമം അദ്ദേഹത്തിന് ഉണ്ടാക്കണം എന്ന്. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്, ആ എന്താ പറയുക, നാമം ജപിക്കുന്ന വ്യക്തികളെ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ മനസ്സുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം. അവരുടെ കാലി വീണ് നമ്മൾ നമസ്കരിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം? നമ്മൾ ആ വ്യക്തി നാമം ജപിച്ചു, ഭഗവാന്റെ നാമം ജപിച്ചു, മറ്റ് ജീവാത്മാവിനേക്കാളും ഗ്രേറ്റ് ആണ്. അതുകൊണ്ട് ആ വ്യക്തി റോഡിൽ കണ്ടാലും എവിടെ കണ്ടാലും കൃഷ്ണ എന്ന് ജപിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് മാനസികമായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രഭുപാദ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കാരണം പ്രഭുപാദ് ഈ നാമം ജപത്തിനെ കൊണ്ട് എന്തുമാത്രം ലോകത്തിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പോപ്പ് സിംഗർ ഉണ്ടായിരുന്നു, ബീറ്റിൽസ്, ജോർജ് ഹാരിസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല വേറെയും കുറെ ബീറ്റിൽസ് ഒക്കെ ഇവിടെ ആ കാലഘട്ടത്തിൽ അവരൊക്കെ ഈ വെസ്റ്റേൺ കൺട്രീസിൽ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേജ് പ്രോഗ്രാം DJ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രോഗ്രാം പോലെയൊക്കെ അന്ന് നടക്കുമായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ആ പുള്ളി പ്രഭുപാദിനെ ഒന്ന് മീറ്റ് ചെയ്യും, പിന്നെ പ്രഭുപാദിനനുസരിച്ച് പറഞ്ഞു കൊടുത്ത് ഫിലോസഫി പഠിക്കുകയും നാമം ജപിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹം ഒരു വലിയ വൈഷ്ണവനായിട്ട് പ്രഭുപാദ് റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തെ. ഞങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യാറുണ്ട്, അവർക്ക് പ്രസാദം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം വലിയ ഡിവോട്ടിയായി. അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു വസ്തു, ഒരു ബംഗ്ലാവ് തന്നെ ആർക്ക് കൊടുത്തു? ഇസ്കോണിന് കൊടുത്തു. ആ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു സ്ഥലത്തിന് കൃഷ്ണന്റെ സേവനത്തിന് അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ആലോചിച്ച് നോക്കൂ, ഒരു പ്രാവശ്യം നാമം ജപിച്ചപ്പോൾ അയാൾക്ക് ഉണ്ടായ മാറ്റം. അദ്ദേഹം പൂർണ്ണമായിട്ട് നാമം ജപിച്ചപ്പോൾ ആ വ്യക്തിക്ക് കൃഷ്ണന്റെ സേവനം ചെയ്യണം എന്നുള്ള താല്പര്യം. അപ്പോൾ ഇതാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ നാമം ജപിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, നാമം ജപിക്കുന്ന വ്യക്തികളും അത്ര നിസ്സാരനല്ല.
അവരും എത്രയോ ഗ്രേറ്റ് ആണ്. ആ വ്യക്തിയുടെ അനുഗ്രഹം എപ്പോഴും നമുക്ക് വേണം. എങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണമെങ്കിൽ എങ്ങനെ ഉണ്ടാകണം എന്നും പറയുന്നുണ്ട്. അതായത് സനാതന ഗോസ്വാമിയുടെ അടുത്ത് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, എന്താണ് 3 ടൈപ്പിലാണ് ഭക്തന്മാരുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭക്തന്മാരെ കാറ്റഗറൈസ് ചെയ്ത്, കാരണം ഭക്തന്മാരിൽ എന്തിനാണ് ഓരോ കാറ്റഗറി ആയിട്ട് ആക്കി എന്ന് ചോദിച്ചാല് അവരുടെ മെച്യൂരിറ്റി, അവരുടെ എന്താ പറയാ ഗുണം, അതിലൊക്കെ മാറ്റം ഉണ്ടാകും. എല്ലാരെയും നമുക്ക് ഒന്നുപോലെ ഭക്തൻ എന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ കണ്ടാൽ നമ്മൾ ആ ഭക്തി മാർഗത്തിന് തെറ്റാണെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഒരു തുടക്കക്കാര ഭക്തന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരമോന്നതമായ ഭക്തനെ പോലെ അദ്ദേഹത്തിനെ കണ്ടു, നമ്മൾ അവരുമായിട്ട് പഴകി. അപ്പൊ നമുക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, ഇങ്ങനെയാണോ ഒരു ഭക്തൻ ബിഹേവ് ചെയ്യേണ്ടത്, അദ്ദേഹം എന്ത് മോശമായിട്ട് സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ട് നമ്മൾ ആ ഭക്തി മാർഗം തെറ്റാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോയി. സാധാരണഗതിയിൽ നമുക്ക് തോന്നാറുണ്ട്, എങ്ങനെയാ വെച്ചാൽ കേരളത്തില് നമ്മുടെ ഭക്തന്മാരെ ആരും റെസ്പെക്ട് ചെയ്യില്ല. ഈവൻ ഒരു കാഷായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആരെയും റെസ്പെക്ട് ചെയ്യില്ല. സാധാരണ വ്യക്തികളെ റെസ്പെക്ട് ചെയ്താലും കാഷായ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളെ റെസ്പെക്ട് ചെയ്യില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ പ്രവൃത്തി ശരിയല്ല. അവർ ചിലപ്പോൾ മുറുക്കും, സിഗരറ്റ് വലിക്കും, വേണ്ടാത്തന്നെ സംസാരിക്കും, അമ്പലത്തിന്റെ അവിടെ കയറിയിരിക്കും, ഒരു ടൈപ്പായിട്ട്. അപ്പം നമുക്ക് തോന്നും ഇവർക്ക് എന്താണ് ഒരു വയറ്റിപ്പഴപ്പായിട്ടാണ് ഇവർ നടത്തുന്നതെന്ന് തോന്നും. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ അടുത്ത് റെസ്പെക്ട് ഇല്ല. പക്ഷെ എങ്കിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ എന്ന് പറഞ്ഞ നാമജപം ചെയ്യുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായി. ഇനി ചിലപ്പോൾ ഇതേ വ്യക്തികളിൽ ഇനി ഫ്യൂച്ചറിൽ അവർക്ക് മാറ്റം ഉണ്ടാകും. ഈവൻ നമ്മളൊരു പ്രചരണം ചെയ്യുമ്പോൾ, ഒരാൾക്ക് നാമജപത്തിനെ കുറിച്ച് ഉപദേശം കൊടുക്കുമ്പോൾ ഒരു പ്രചാരകന്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകണം എന്ന് ചോദിച്ചാൽ ഈ വ്യക്തി ഫ്യൂച്ചറിൽ ഒരു വലിയ സന്യാസിയായി മാറും, അല്ലെങ്കിൽ വലിയ പരമഭക്തനായിട്ട് മാറും എന്നുള്ള ചിന്ത ആ പ്രചാരകന്റെ മനസ്സിലുണ്ടാവണം. അല്ലാതെ ഞാൻ എല്ലാവർക്കും പഠിപ്പിക്കുന്നു എന്നുള്ള തോന്നലാണ് ഉണ്ടാകുമെങ്കിൽ ആ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് ക്വാളിറ്റി ഇല്ലാതായി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് പ്രചരണം ചെയ്യുമ്പോൾ ഈ വ്യക്തി നാളെ ഭക്തനാകും, അതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യണം എന്ന് ആ റെസ്പെക്ട് കൊടുക്കുക. എപ്പോഴും അങ്ങനെ തന്നെ ഒരു ചിന്ത ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ഡിവോഷനിലും പ്രോഗ്രസ് ഉണ്ടാകും, അതേപോലെ ആ ഭക്തന്റെ ഡിവോഷനിലും പ്രോഗ്രസ് ഉണ്ടാകും. അപ്പൊ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം. എന്താണ് വിശ്വാസം? ഭഗവാനിലെടുത്ത് വിശ്വാസം ഉണ്ടാകും. അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് അത്രയും വിശ്വാസം കൂടും. നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം കുറയും. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന് വൈഫിന്റെ അടുത്ത് സംശയം ഉണ്ടായി, ഒരു വൈഫിന് ഹസ്ബൻഡിന്റെ അടുത്ത് സംശയം ഉണ്ടായി, അവിടെ ഒരു ബന്ധം വന്നിട്ട് സ്ട്രോങ് ആയിരിക്കില്ല. സംശയമുള്ളത് കൊണ്ട് അവർക്ക് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെ? അവർ തമ്മിൽ സംശയ ബുദ്ധിയോടുകൂടി നോക്കുന്നതുകൊണ്ട് അവരെ വിശ്വസിക്കത്തില്ല, ഇവര് വിശ്വസിക്കത്തില്ല, രണ്ടുപേരും ദൂരെയായിരിക്കും. പക്ഷെ രണ്ടുപേർക്ക് സംശയമേ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്നേഹം കൂടും. അതുപോലെ ഭഗവത് കാര്യത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് കുറച്ച് മാറി നിൽക്കും. സംശയമില്ലെങ്കിൽ നമുക്ക് ഭഗവാനുമായിട്ട് കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ശാസ്ത്രം പഠിക്കുന്നത്. അപ്പൊ ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വേണം. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ശാസ്ത്രം പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ തീർച്ചയായും നമുക്ക് എങ്ങനെ ഭഗവാനെ കൂടുതൽ അടുക്കാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഭഗവത്ഗീത പഠിക്കും. ചിലര് ഭഗവത്ഗീത എങ്ങനെ കേൾക്കും, അല്ലെങ്കിൽ അത് വായിക്കും, തലയും വാലും ഇല്ലാതെ വായിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? എന്തോ ഒരു കാര്യത്തിന് എടുത്തു വെച്ചിട്ട് ഇതെന്താ ഭഗവത്ഗീതയ്ക്കകത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത്, ഈ ഭഗവത്ഗീത തെറ്റാണെന്ന് പറയും. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്നത്, ഞാനാണ് 4 വർണ്ണത്തിനെ ഉണ്ടാക്കി എന്ന് പറയും. ഇയാൾ ഈ ഒരു ലൈന് മാത്രമേ വായിച്ചോളൂ. എന്നിട്ട് പറയാണ് ഈ വർണ്ണങ്ങൾ അല്ലെങ്കിൽ ഈ ചാതുർവർണ്ണ്യം, ഈ മതവും ജാതിയും ഒക്കെ ഉണ്ടാക്കി വെച്ചത് ദൈവമാണെന്ന് പറയും. അത് ഉണ്ടായില്ലെങ്കിൽ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുമായിരുന്നു, ഇത് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അല്ലെ? ആ ഒരു ജാതി വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, മതം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഇങ്ങനെ തന്നെ ജീവിക്കും. ആൾക്കാരിൽ 3 ഗുണം ഉണ്ടാവും. സത്വ ഗുണം ഉണ്ടാവും, രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും. സാത്വിക ഗുണത്തിലിരിക്കുന്നവർ നന്നായിട്ട് ബിഹേവ് ചെയ്യും, നന്നായിട്ട് വായിക്കും, നന്നായിട്ട് പഠിക്കും, ഒരു ഇന്റലിജന്റ് ലെവലിൽ പ്രവർത്തിക്കും. രജോ ഗുണത്തിലിരിക്കുന്നത് അത്രയും ഇന്റലിജന്റ് ലെവലിൽ പ്രവർത്തിക്കില്ല, പക്ഷെ ഒരാളെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവും, ഒരു കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു മിലിറ്ററി മാനായിട്ട് അങ്ങനെ വർക്ക് ചെയ്യും. തമോ ഗുണത്തിലുള്ളവർ ഡള്ളായിരിക്കും, അവർക്ക് വിദ്യാഭ്യാസമില്ല. അപ്പൊ ഇത് എല്ലാ ഇടത്തും ഉണ്ടാവും. ഈ ഭഗവാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ തന്നെ ഉണ്ടാകും, കാരണം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്.
അതുകൊണ്ട് എന്താണ് വേണ്ടത്? ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം തന്നെയാണ് നമ്മളെ കറക്റ്റായിട്ട് വഴി നടത്തുന്നത്. അപ്പൊ ഭഗവത്ഗീതയുടെ മുന്നും പിന്നും വായിച്ചില്ല, ഗുണകർമ്മ വിഭാഗശ എന്നുള്ള കാര്യം പുള്ളി മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ വായിച്ചില്ല. അപ്പൊ അത് തെറ്റാണെന്ന് പറയും. അങ്ങനെയല്ല, ശ്രദ്ധയോടുകൂടി മുഴുവനും പഠിച്ചാൽ, അതേപടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു തരത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകില്ല. പക്ഷെ ഇത് അവിടെയും ഇവിടെയും ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ ഇവിടെ 3 ടൈപ്പ് ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് കനിഷ്ഠ അധികാരി നമ്മൾ മനസ്സിലാക്കുക, അടുത്തത് മധ്യം അധികാരി മനസ്സിലാക്കുക, അടുത്തത് ഉത്തമ അധികാരി മനസ്സിലാക്കുക. ഒരു കനിഷ്ഠ അധികാരി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ശാസ്ത്രത്തിൽ വലിയ വിശ്വാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശാസ്ത്രം വലുതായിട്ട് അറിയില്ല, തുടക്കക്കാരനാണ്. ഇപ്പൊ വന്നു, ചിലപ്പോൾ ദീക്ഷ എടുത്ത് കാണാം, ചിലപ്പോൾ ദീക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ശാസ്ത്ര അറിവ് അത്ര നന്നായിട്ടുണ്ടാവില്ല. അപ്പൊ ഭഗവത്ഗീതയൊക്കെ ഇപ്പൊ പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ 16 റൗണ്ട്സ് ജപിക്കും. വിഗ്രഹത്തിന്റെ അടുത്ത് ചിലപ്പോൾ കൊടുത്ത് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും. വിഗ്രഹം പൂജയാണ്, ഭഗവാൻ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സർവീസ് എന്ന് വിചാരിക്കും. പ്രചരണം ചെയ്യുന്നത് ഏറ്റവും വലിയ സർവീസ് എന്ന് വിചാരിക്കില്ല. പുസ്തകം വിനിയോഗം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വലിയ സർവീസായിട്ട് അദ്ദേഹം വിചാരിക്കില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് ആരതി ചെയ്യുന്നത് അത് വലിയ സർവീസാണെന്ന് വിചാരിക്കും. ഇത് എന്തുകൊണ്ടാണ്? ഒരു തുടക്കക്കാര ഭക്തന്റെ ഒരു ക്വാളിറ്റിയാണ്. ഈ ഭക്തൻ പ്രചരണം ചെയ്യാൻ അറിയില്ല, മറ്റൊരു വ്യക്തിക്ക് കൃഷ്ണാവബോധം കൊടുക്കാൻ അറിയില്ല. ആർക്ക്? തുടക്കക്കാര കനിഷ്ഠ അധികാരിക്ക്. അദ്ദേഹം ഇപ്പം ശാസ്ത്രത്തിൽ വലിയ അറിവുമില്ല, അത് പഠിച്ചിട്ടുമില്ല, നന്നായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. മറ്റുള്ള ഭക്തന്മാരിൽ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇദ്ദേഹം ശരിയല്ല, അദ്ദേഹം ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കുറ്റം കാണുന്ന ഒരു മനസ്സും ഇദ്ദേഹത്തിന് ഉണ്ടാവും. ഇവര് ശരിക്കും നോൺ ഡിവോട്ടി, ഭക്തൻ അല്ലാത്തവരുമായിട്ട് കൂട്ടുചേരരുത്. ചേർന്നാൽ അവർ ചിലപ്പോൾ വീണുപോകും. ഈ തുടക്കക്കാര ഭക്തൻ പെട്ടെന്ന് വീണുപോകും, ഈസിയാണ്. അതായത് ഒരു ഫാൻ ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഫാന് ഒന്നിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അതിൻ്റെ സ്ലോ ആയിട്ടായിരിക്കും കറങ്ങുന്നത്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത ഉടനെ അത് കുറച്ച് നേരം കറങ്ങിയിട്ട് അത് പെട്ടെന്ന് നിൽക്കും. പക്ഷെ ഫാന് 5ലാണ് കറങ്ങുന്നുണ്ടെങ്കിൽ, ഭയങ്കര സ്പീഡായിട്ട് കറങ്ങുക, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും അത് കുറേ നേരം ആവും നിൽക്കാനായിട്ട്. പക്ഷെ സ്വിച്ച് ഓഫ് ചെയ്താൽ നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു വ്യക്തി കൃഷ്ണാബോധത്തിലാണെങ്കിൽ, അതൊരു തുടക്കക്കാരനാണെങ്കിൽ, കൃഷ്ണാബോധം വിട്ടാൽ അയാൾ പെട്ടെന്ന് നിൽക്കും. പക്ഷെ കൃഷ്ണാബോധത്തിലുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ കുറേ കാലം പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്, അവരും കൃഷ്ണാബോധത്തിലെ കാര്യങ്ങളെല്ലാം വിട്ടാൽ അവരും നിൽക്കും, പക്ഷെ കുറച്ച് ടൈം എടുക്കും നിൽക്കാനായിട്ട്. ഇതാണ് വ്യത്യാസം. അപ്പൊ തുടക്കക്കാരൻ ഭക്തനല്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കോൺഷ്യസ് ബോധം പെട്ടെന്ന് വീണു പോകാൻ ചാൻസ് ഉണ്ട് ആ വ്യക്തി. അപ്പോൾ ആ വ്യക്തി എങ്ങനെയായിരിക്കണം? കെയർഫുൾ ആയിരിക്കണം. ശരിക്കും ഇങ്ങനത്തെ ഭക്തന്മാരെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മധ്യമ അധികാരി എന്ന് പറയുമ്പോൾ ഇത്തിരി ജ്ഞാനമുള്ള വ്യക്തിയാണ്, വേദം പഠിച്ച വ്യക്തിയാണ്, ശാസ്ത്രം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രചരണം ചെയ്യാൻ അറിയാം, വേറൊരാളെ ഭക്തനാക്കി മാറ്റാനും പറ്റും. പക്ഷെ തുടക്കക്കാരൻ അങ്ങനെ പറ്റണമെന്നില്ല. അദ്ദേഹത്തിന് കൺഫ്യൂഷൻ, അദ്ദേഹത്തിന് സംശയം, അദ്ദേഹം ശാസ്ത്രജ്ഞാനമില്ല. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആരെങ്കിലും ചോദിക്കുന്ന സംശയത്തിന്? അപ്പൊ അവരുടെ സംശയം തീരില്ല, അവർ കൃഷ്ണഭക്തിയിൽ വരെയില്ല. പക്ഷെ മധ്യാധികാരി അങ്ങനെയല്ല, കുറച്ചുകൂടെ ജ്ഞാനമുള്ള വ്യക്തിയായിരിക്കും, ശ്ലോകമൊക്കെ മനസ്സിലാക്കിയിരിക്കും, പഠിച്ചിരിക്കും. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് അറിയാം, കൺവിൻസ് ചെയ്യാൻ അറിയാം ആ വ്യക്തിക്ക്. അതാണ് മധ്യമധികാരി എന്ന് പറയുന്നത്. അദ്ദേഹം പക്ഷെ ഒരു സാഹചര്യം മനസ്സിലാക്കും. ഈ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എനിക്ക് കൃഷ്ണാബോധത്തിന് സഹായിക്കുന്നതാണ്, ഈ സിറ്റുവേഷൻ കൃഷ്ണാബോധത്തിന് സഹായിക്കാത്തതാണ് എന്ന് തിരിച്ചറിയാനുള്ള അറിവുണ്ടാകും. തുടക്കക്കാരന് അറിവുണ്ടാവില്ല. ചിലപ്പം ഒരാളുടെ അടുത്ത് ഭയങ്കര അസോസിയേറ്റ് ചെയ്ത് അങ്ങ് കൂടെ നടന്ന് അവൻ്റെ ഒപ്പം അങ്ങ് പോകും. ചിലർ ഫുൾ ടൈം വരും അമ്പലത്തില്, വന്ന് ഫുൾ ടൈം നിന്ന് കുറച്ചു കാലം സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞാൽ അവരെ കാണില്ല. എന്തു പറ്റി? എന്തോ മായയിൽ പെട്ടിട്ട് അവർക്ക് ആ ഭൗതിക വാസന വന്നിട്ട് തിരിച്ചും ഭൗതിക ലോകത്ത് തന്നെ അങ്ങ് തിരിച്ചു പോകും. ആശ്രമത്തിൽ ഇരുന്നിട്ട് അവർ തിരിച്ചു പോകും. പക്ഷെ മറ്റേ അതങ്ങനെയല്ല, അവർക്കറിയാം ഇവരുടെ കൂടെ കൂടിയാൽ എൻ്റെ കൃഷ്ണാബോധം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്ക്? മധ്യമധികാരി. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്യും, വേണ്ടെങ്കിൽ അവർ വിട്ടേക്കും. അവർക്ക് അതിനെ ബാലൻസ് ചെയ്യാനും എല്ലാം അറിയാം. ഇനി
അസുര സ്വഭാവമുള്ളവരെ കണ്ട പേടിക്കുന്ന കൂട്ടരുമല്ല. ആരാണ്? ഈ മധ്യമധികാരി. അപ്പോൾ ചിലപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്, അവരുമായിട്ട് പോയാൽ നീ വീണു പോകുന്നു പറയും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർക്ക് ശാസ്ത്രജ്ഞാനം ഉള്ളത് കൊണ്ട് പ്രചരണം ചെയ്യുമ്പോൾ പോലും പലയിടത്തും ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും അവർ നമ്മളെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ തിരിച്ച് നേരെ റിവേഴ്സ് വേറെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ എന്ന് തന്നെ ഇരുന്നാലും ഇവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എങ്ങനെയും കൃഷ്ണനെ കുറിച്ച് അവിടെ പറയും, കൃഷ്ണതത്വത്തിനെ കുറിച്ച് പറയുക. അയാൾ അഥവാ കേട്ടില്ലെങ്കിൽ പോലും അസുര സ്വഭാവം കാണിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്, ബഹളം വയ്ക്കുകയാണ്, കൂളായിട്ട് തിരിച്ചു വരും, അവരുടെ കാര്യം നോക്കും. അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷനോ പ്രശ്നമോ ഉണ്ടായില്ല. പക്ഷെ മറ്റേ തുടക്കക്കാരനാണെങ്കിൽ പെട്ടെന്ന് അവർ ഡിസ്റ്റർബൻസ് ആവും. ഉടനെ അവർക്ക് അവരുടെ സാധനയും കാര്യങ്ങളും പോലും നേരെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരായി പോകുന്നുണ്ടാവും. അപ്പോൾ മധ്യമധികാരി മോസ്റ്റ്ലി എന്തായിരിക്കും? പ്രീച്ചേഴ്സ് ആയിരിക്കും, പ്രചരണം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ആദ്യത്തെ തുടക്കക്കാരന് വീഴ്ചയ്ക്ക് ചാൻസസ് കൂടുതലാണ്. മധ്യമധികാരിക്കും വീഴാൻ പറ്റും, പക്ഷെ ചാൻസസ് കുറവാണ്. എന്നാൽ ഉത്തമധികാരി ഉണ്ട്. ഉത്തമധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഒരു ശാസ്ത്രജ്ഞാനമുള്ള വ്യക്തിയായിരിക്കും ആ വ്യക്തി. അതായത് കൃഷ്ണനാണ് പരമപുരുഷൻ, കൃഷ്ണതത്വം അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ശാസ്ത്രം അറിയണമെന്ന് പറയുമ്പോൾ ഉടനെ പത്മപുരാണം, ഗരുഡപുരാണം, സ്കന്ദപുരാണം ഇങ്ങനെ വായിക്കണമെന്നില്ല. കൃഷ്ണതത്വം, സനാതനം എന്താണ് എന്ന് നന്നായിട്ട് അറിയാം. സനാതനധർമ്മം എന്താണ്, കൃഷ്ണതത്വം എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രീച്ചിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഫുള്ളി ട്രാൻസെൻഡന്റൽ ലെവലിലായിരിക്കും. കാരണം മുഴുവനും ഭഗവത് സ്മരണയിൽ എപ്പോഴും ഭഗവത് നാമത്തില് അങ്ങനെ തന്നെ ഒരു കോൺഷ്യസോടെ ഇരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം മേലെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരും. ആരെ പോലെ? ഒരു മധ്യമധികാരിയെ പോലെ താഴോട്ട് വന്ന് സാധാരണക്കാരനെ പ്രീച്ച് ചെയ്യാനും അദ്ദേഹം ശ്രമിക്കും. ആക്ച്വലി അദ്ദേഹത്തിന് വരണ്ട, അദ്ദേഹത്തിന് ആരെയും കൺവിൻസ് ചെയ്ത് ആരെയും മാറ്റാൻ പറ്റും. കാരണം ഓൾറെഡി നാമം അപരാധമില്ലാതെ ജപിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സന്യാസിയുടെ ലെവലിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞാനം നന്നായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്തിനാണ് താഴോട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും ആ ഉത്തമധികാരി ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വന്ന് ആ ഒരു സാധാരണക്കാരുടെ ഇടയ്ക്ക് ഇരുന്നു കൊണ്ട് അവർ പ്രചരണം ചെയ്യും. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ശരിക്കും ആ വൈഷ്ണവ പരദുഃഖ ദുഃഖി, മറ്റുള്ളവന്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അവർ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യും. എല്ലാരെയും എങ്ങനെ കാണും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണെന്ന് കാണും. പാർട്ട് ആൻഡ് പാർസൽ ഭഗവാന്റെ. ഇവരെല്ലാവരും ഒരു പട്ടിയെ കണ്ടാൽ, ഒരു പൂച്ചയെ കണ്ടാൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർമ്മ നമ്മൾ പട്ടി അയ്യോ തൊടണ്ട എന്ന് വിചാരിക്കും. പക്ഷെ അവരങ്ങനെയല്ല. ഒരു മധ്യമധികാരി ചിലപ്പോൾ ചിന്തിക്കും, കാരണം ശാസ്ത്രം അറിയാന്നുള്ളത് പട്ടിയെ വീട്ടിൽ വെക്കരുത്, അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആണ്, പൂജ ചെയ്യുമ്പോൾ പട്ടിയെ തൊടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കും. പക്ഷെ ചിലപ്പോൾ ഉത്തമധികാരി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഉത്തമധികാരിയുടെ മൈൻഡിൽ പോകുന്നത് തന്നെ ഈ ജീവാത്മാവ് എത്ര കഷ്ടപ്പെടുകയാണ്, ഈ ജീവാത്മാവ് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകേണ്ടത്, അത് എന്ത് ശരീരമാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതിന് എങ്ങനെയാണ് കൃഷ്ണാബോധം കൊടുക്കാം എന്ന് കുറച്ച് പ്രസാദം കൊണ്ടിട്ട് കൊടുക്കും. അപ്പോ അത് കോൺഷ്യസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവര് ഭഗവാന്റെ അംശമായിട്ടാണ് എല്ലാരെയും കാണുന്നത്. എല്ലാരെയും വൈഷ്ണവനായിട്ട് അവർ കാണും. ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് ജപിച്ചാൽ അവരെ വൈഷ്ണവനായിട്ട് കാണും. പക്ഷെ ഒരു കനിഷ്ഠാധികാരിക്ക് കാണാൻ പറ്റില്ല. കനിഷ്ഠാധികാരി ആരെയാണ് വൈഷ്ണവനായിട്ട് കാണുന്നത്? പൂജ ചെയ്യുന്ന വ്യക്തിയാണ് ഏറ്റവും ഹയസ്റ്റ് ഡിവോട്ടി എന്ന് വിചാരിക്കും. മധ്യമധികാരിക്ക് അറിയാം, ഇദ്ദേഹത്തിന് ഇത്തിരി ഇന്റലിജന്റ് ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാവും, ഇദ്ദേഹം ചിലപ്പോൾ ഡിവോട്ടി ആകുമെന്ന് വിചാരിക്കും. അവിടെ ഒരു കാറ്റഗറി വെച്ചിരിക്കും, ഇദ്ദേഹമാകും ഇദ്ദേഹമാകില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഉത്തമധികാരി എല്ലാവരും വൈഷ്ണവനാണെന്ന് വിചാരിക്കും. എല്ലാവരും ഭഗവാന്റെ കൂടെ ഇരുന്നവരാണ്. അവരെല്ലാം ഭൗതിക വാസന കൊണ്ട് ഭൗതിക ലോകത്ത് വന്നു. തീർച്ചയായും എല്ലാവരും ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് പോകും. ഇവരെല്ലാം ഭഗവാന്റെ അംശമാണ്, ഇവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ് എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് ടോളറൻസ് കൂടുതലാണ്, സഹിഷ്ണുത കൂടുതലാണ്. എന്താണ്? പുല്ലിനെ പോലെ. അങ്ങനെ എന്താ പറയാ, ഒരു സഹിഷ്ണുതയോടു കൂടി ഇരുന്നു കൊണ്ട് താഴേക്കിടയിൽ വന്നിട്ട് പ്രചരണം ചെയ്ത് ഒരു ജീവാത്മാവിനെ രക്ഷിക്കാൻ ശ്രമിക്കും. ഇതാണ് ആര്? മധ്യമധികാരി എന്ന് പറയുന്നത്. ഇനി ആരെയും ക്രിട്ടിസൈസ് ചെയ്യില്ല, വിമർശിക്കില്ല ആരെയും. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ആരെയും കുറ്റം പറയില്ല. ഒരാളെ എന്താ പറയുക മോശമായിട്ട് സംസാരിക്കുക, ക്രിട്ടിസൈസ് ചെയ്യുക, അതിനും പോവില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ജീവാത്മാവ്
എന്താണ് എത്രയോ മോശമായ നിലയിലിരുന്നിട്ട് ഇപ്പൊ ഇത്രയും ഉയർന്നു വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അവര് നാമം ജപിക്കുന്നുണ്ട്, ഇപ്പൊ അവര് കൃഷ്ണാന്ന് ജപിക്കുന്നുണ്ട്, കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. അദ്ദേഹം ഗ്രേറ്റ് ആണ് എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് വിചാരിക്കും വെച്ചാല് ഇയാൾ എന്ത് ജപമാണ് ചെയ്യുന്നത്, ഇയാൾ എന്താ ഭഗവത്ഗീത വായിക്കുന്നത്, വായിക്കാൻ അറിയാതെ വായിക്കുന്നു, ആ ഫിലോസഫി എല്ലാം തെറ്റിച്ച് വായിക്കുന്നു എന്നെല്ലാം നമ്മൾ അവരെ കുറ്റം കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നും പറയും. പക്ഷെ അവരെന്താ വിചാരിക്കും വെച്ചാല് ഒന്നുമേ അറിയാത്ത വ്യക്തി ഇത്രയും നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ചിന്ത ആർക്ക് പോകും? ആ വൈഷ്ണവ ഉത്തമാധികാരിക്ക് പോകും. അതുകൊണ്ട് ഉത്തമാധികാരി ഫാൾ ഡൗൺ ആവാൻ ചാൻസ് ഭയങ്കര കുറവ്. എന്നാൽ വീണു പോകില്ല എന്ന് പറയാനും പറ്റില്ല. ഉത്തമാധികാരിക്കും ചാൻസ് കുറവ്, ഫുള്ളി കുറവെന്ന് മാത്രമാണ്. വേണമെങ്കിലും വീണു പോകാം, വീണിട്ടും ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പദം പദം യദ്വിപദം നിർദ്ദേശം. ഭൗതിക ലോകത്തിലെ ഓരോ സ്റ്റെപ്പിലും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും അപകടമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് ഭൗതിക ലോകത്തിലെ എല്ലായിടത്തും അപകടം തന്നെ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാലും ഭൗതിക ലോകം വീഴ്ചയ്ക്കുള്ള ചാൻസസ് തരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കിയുള്ളതൊന്ന് വായിക്കാവോ? ആ 65-ാമത്തെ പേജിലെ സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് വായിക്കും. ആര് വായിക്കും? ഹരേ കൃഷ്ണ പ്രഭു. ആ വായിക്കും. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാൽ പറ്റുമോ പ്രഭു? എന്താണ്? ഇംഗ്ലീഷ് ബുക്കാണ്, വായിച്ചാൽ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് കേൾക്കണ്ടേ? വേറെ ആരുടെയിലുണ്ട് മലയാളം? ഹരേ കൃഷ്ണ പ്രഭുജി. ആ പ്രഭുജി ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിനുള്ള അത് തുടങ്ങിയല്ലേ? അല്ല, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ നിരന്തരം മുഴുകുന്നവന് എന്ന് പറയും. 65-ാമത്തെ പേജ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ നിരന്തരം മുഴുകുന്നവന് ക്രമത്തിൽ തന്റെ ആത്മീയ വ്യക്തിത്വം അറിയാൻ കഴിയും. ഹരേ കൃഷ്ണ മന്ത്രം ശ്രദ്ധാപൂർവം ജപിക്കാത്തവന് കൃഷ്ണൻ സാക്ഷാത്കരിക്കപ്പെടുകയില്ല. സവോന്മുഖേഹി ജിഹാദോ സ്വയമേവ സ്ഫുരത്യതഃ. ഭക്തിരസാമൃത സിന്ധു 1.2.234. കൃത്രിമമായ മാർഗങ്ങൾ കൊണ്ടൊന്നും പരമപുരുഷോത്തമനെ അറിയാൻ സാധ്യമല്ല. ഭഗവാന്റെ സേവനത്തിൽ നാം ശ്രദ്ധാപൂർവം നിമഗ്നരാകണം. ആ സേവനത്തിന്റെ പ്രാരംഭം ജിഹ്വയിലാണ്. സേവോന്മുഖേഹി ജിഹാദോ. നാം എപ്പോഴും കൃഷ്ണന്റെ പുണ്യനാമങ്ങൾ ജപിക്കുകയും കൃഷ്ണപ്രസാദം രുചിക്കുകയും വേണമെന്നാണ് ഇതിന്റെ താല്പര്യം. മറ്റൊന്നും സ്വീകരിക്കുകയേ അരുത്. ഈ രീതി ശ്രദ്ധാപൂർവം അനുസരിച്ചാൽ അയാൾക്ക് പരമപുരുഷോത്തമൻ സ്വയം പ്രകാശിതനാകും. താൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്ന് ശരിക്കും അറിയുന്ന ഒരുവന് കൃഷ്ണ സേവനത്തിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം തോന്നുകയില്ല. എപ്പോഴും കൃഷ്ണനെ സ്മരിച്ചും കൃഷ്ണന്റെ പുണ്യനാമം പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപായങ്ങൾ ആസൂത്രണം ചെയ്തും കഴിയുന്നവൻ ലോകത്തിൽ കൃഷ്ണാബോധ പ്രസ്ഥാനം വ്യാപിപ്പിക്കുക മാത്രമാണ് തനിക്ക് കർത്തവ്യമായിട്ടുള്ളതെന്നു മനസ്സിലാക്കുന്നു. അത്തരത്തിൽ പ്രിയപ്പെട്ടവനാണ് ഉത്തമ അധികാരി. അയാളുടെ സംസർഗം വീണ്ടുവിചാരം കൂടാതെ ഉടനെ സ്വീകരിക്കാം. ദദാതി, പ്രതിഗ്രഹണാദി എന്നിങ്ങനെയുള്ള 6 തത്വങ്ങളോടുകൂടി സ്വീകരിക്കാം. ഉത്തമാധികാരിയായ വൈഷ്ണവനെ ആചാര്യനായി സ്വീകരിക്കണം. തന്റെ കയ്യിലുള്ളതെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കണം. തന്റേതായി എന്തുണ്ടോ അതെല്ലാം ആചാര്യന് സമർപ്പിക്കേണ്ടതാണെന്ന് അനുശാസിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബ്രഹ്മചാരി മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷ യാചിച്ചു വാങ്ങി തന്റെ ഗുരുവിന് കൊണ്ടുചെന്ന് കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഏതായാലും ഒരു കാര്യം ഓർക്കുന്നത് നന്ന്. ആരായാലും ശരി, ആത്മീയജ്ഞാനം ലഭിക്കാതെ ഭക്തിമാർഗ പുരോഗതി നേടിയ ഭാഗവതന്മാരുടെ വ്യാപാര രീതികളെ ഒരിക്കലും അനുകരിക്കരുത്. തൽഫലമായി അവന് അധപതനം സംഭവിക്കും. ഈ പദ്യത്തിൽ ശ്രീല രൂപ ഗോസ്വാമി ഭക്തനോട് ഉപദേശിക്കുന്നത് കനിഷ്ഠ, മധ്യമ, ഉത്തമാധികാരികളെ വേർതിരിച്ചറിയാൻ പാകത്തിലുള്ള ബുദ്ധിയെങ്കിലും ഉള്ളവനായിരിക്കണം എന്നാണ്. ഒരു ഭക്തൻ അവന്റെ സ്വന്തം പദവി നല്ല പോലെ അറിയുകയും
അവനേക്കാൾ ഉയർന്ന ഭക്തനെ അനുസരിക്കുകയും വേണം. അധപതിച്ചു കിടക്കുന്ന അനേകം ആളുകളെ സമുദ്ധരിച്ചു വൈഷ്ണവ തത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള വൈഷ്ണവനെ ഉത്തമാധികാരിയായി പരിഗണിക്കുമെന്ന് ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ ഒരു പ്രായോഗിക സൂചന നമുക്ക് നൽകിയിട്ടുണ്ട്. ഉത്തമാധികാരിയുടെ തലത്തിലേക്ക് ഉയരാതെ ആരും ഗുരുവായി ചമയരുത്. കനിഷ്ഠാധികാരിക്കും മധ്യമാധികാരിക്കും ശിഷ്യന്മാരെ സ്വീകരിക്കാം. പക്ഷേ ആ ശിഷ്യന്മാർ അവരുടെ തന്നെ തലത്തിൽപ്പെട്ടവരായിരിക്കണം. എന്നിരിക്കലും കനിഷ്ഠ അധികാരികൾ നൽകുന്ന അപര്യാപ്തമായ മാർഗദർശനം കൊണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ ശിഷ്യന്മാർക്കു സാധ്യമാവുകയില്ലെന്ന് ഓർമ്മയിരിക്കട്ടെ. ആകയാൽ ഒരു ഉത്തമാധികാരിയെ ആധ്യാത്മിക ഗുരുവായി നേടുന്നതിൽ ശിഷ്യന്മാർ ബദ്ധശ്രദ്ധരായിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോ ഇവിടെ പറയുന്നുണ്ട് ഒരു കൃഷ്ണഭക്തൻ എങ്ങനെയാന്ന് വെച്ചാല് ആ ജപത്തില് അത്രയും ഇമ്പോർട്ടൻ്റ് അവർക്ക് ഉണ്ടാകണം. ഇനി ഇവിടെ പറയുന്നത് ജപിക്കുന്നത് തന്നെ സേവോൻ മുഖോഹി ജിഗ്വാദോ എന്ന് പറയണം. അതായത് ജപം കൃഷ്ണനെ വന്നിട്ട് സ്വയം ഏവ ഫുരദ്യത, കൃഷ്ണനെ നമുക്ക് കിട്ടില്ല. എങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേറൊരു മാർഗത്തിൽ കൂടെ കൃഷ്ണനെ കാണാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കില്ല. അപ്പൊ കൃഷ്ണനെ കിട്ടണമെങ്കിൽ നമ്മുടെ നാവിനെ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുത്തണം. അതായത് ജിഗ്വാഹി എന്ന് പറയുന്നുണ്ട്. ആ ജിഗ്വ നാവില് കൃഷ്ണനാമം ജപിക്കുമ്പോൾ മാത്രമേ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടൂ. അപ്പോൾ നമ്മൾ നാവ് കൊണ്ട് കൃഷ്ണപ്രസാദം കഴിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബോധം നന്നാകത്തുള്ളൂ. അപ്പൊ ബോധത്തിനെ നന്നാക്കണം, നാവ് കൊണ്ട് കൃഷ്ണനാമം ജപിക്കണം, മനസ്സിനെ നന്നാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരെ കാണാൻ സാധിക്കത്തുള്ളൂ? കൃഷ്ണനെ കാണാൻ സാധിക്കും. അല്ലാതെ മെക്കാനിക്കലി ഒരു പ്രോസസ്സ് കൊണ്ടിട്ട് നമ്മളെ കൃഷ്ണനെ കാണാം എന്ന് ശ്രമിച്ചാൽ അത് സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ. ഇനി ഒരു ഉത്തമ അധികാരി എന്ന് പറയുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ജപിക്കുന്ന വ്യക്തിയായിരിക്കും, നന്നായിട്ട് പ്രചരണം ചെയ്യുന്ന വ്യക്തിയും ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എന്തായിട്ട് മാറാൻ പറ്റും? ഒരു ഗുരുവായിട്ട് മാറാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ 3 തരത്തിൽ അധികാരിയെ പറഞ്ഞു. കനിഷ്ഠ അധികാരി പറഞ്ഞു, മധ്യമ അധികാരി പറഞ്ഞു, ഉത്തമ അധികാരി. അപ്പൊ കനിഷ്ഠ അധികാരിക്ക് ഒരു ഗുരുവാകാൻ ചിലപ്പോൾ യോഗ്യത ഉണ്ടാവും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശാസ്ത്രം അറിയില്ല നന്നായിട്ട്, പിന്നെ ആൾക്കാരെ മനസ്സിലാക്കാനും അറിയില്ല. അദ്ദേഹത്തിന് എന്താ പറയുക, കുറ്റം കാണുന്ന ഒരു മനസ്സും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗുരുസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ നമ്മളും ഗുരുവായിട്ട് സ്വീകരിക്കും. ഒരു കനിഷ്ഠാധികാരിയെ നമ്മൾ ആരായിട്ട് സ്വീകരിക്കാൻ പാടില്ല? ഗുരുവായിട്ട് സ്വീകരിക്കാൻ പാടില്ല. കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേര് ചിലപ്പം എന്താ പറയാ, ഞാൻ ഗുരുവാണ് എന്ന് പറഞ്ഞിട്ട് ദീക്ഷയൊക്കെ കൊടുക്കും. ചിലപ്പോൾ അവർക്ക് ഈവൻ ഇസ്കോണില് ഒരു സന്യാസി ആയിരുന്നാൽ പോലും സന്യാസി ദീക്ഷ 50 വയസ്സിന് മേലേ കൊടുക്കത്തുള്ളൂ. അതും ഒരുപാട് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് അവർ പെർഫെക്റ്റ് ആണോ, നന്നായിട്ട് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ, നന്നായിട്ട് പ്രചരണം ചെയ്തിട്ടുണ്ടോ, സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളാണോ എന്നെല്ലാം അവരെ മനസ്സിലാക്കിയാൽ മാത്രമേ ദീക്ഷ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഇസ്കോണിന് ചെറുപ്രായത്തിൽ ദീക്ഷ കൊടുക്കില്ല. കാരണം എന്തുകൊണ്ട് ഇസ്കോൺ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നാൽ പോലും കൊടുക്കില്ല. കാരണം വീണു പോകാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ദീക്ഷ കൊടുക്കില്ല. സന്യാസി ദീക്ഷ കൊടുക്കുന്നത് അവരെ മൊത്തം ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പിന്നെ ഒരുപാട് ഭക്തി ശാസ്ത്രീയ, ഭക്തി വൈഭവ്, സാർവഭൗമ എന്നൊക്കെ പറയുന്ന കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്ത് ശാസ്ത്രമെല്ലാം പഠിച്ച് അവർ പരീക്ഷയൊക്കെ എഴുതി ഇങ്ങനെ അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ കൊള്ളാം, ഇവര് ഇനി വീണു പോകാൻ ചാൻസ് കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് കൊടുക്കത്തുള്ളൂ? സന്യാസി ദീക്ഷ കൊടുക്കുള്ളൂ. കാരണം ഇവർ ഉത്തമാധികാരിയുടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് സന്യാസ ദീക്ഷ കൊടുത്താലും ഉടനെ പോയിട്ട് അവരെ ദീക്ഷ കൊടുക്കാനായിട്ട് അവരെ വിടില്ല. പിന്നെ അവർക്ക് ദീക്ഷ കൊടുക്കാനുള്ള പെർമിഷൻ ഇസ്കോണിലെ ഗവർണിംഗ് ബോഡി കമ്മീഷൻ കൊടുക്കണം, അല്ലെങ്കിൽ സന്യാസി മിനിസ്ട്രിയിൽ നിന്ന് അവർക്ക് പെർമിഷൻ കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ദീക്ഷ കൊടുക്കാനുള്ള ക്വാളിറ്റിയുമായി എങ്കിൽ മാത്രമേ ദീക്ഷ കൊടുക്കത്തുള്ളൂ ഇസ്കോണിൽ. അല്ലാതെ വെറുതെ ഒരു കാഷായ വസ്ത്രം ഇട്ടിട്ട് അവര് സന്യാസിയായിട്ട് അവര് തന്നെ സ്വയം ഒരു പേരൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ ദീക്ഷ തരുന്നു, ഞാൻ നിങ്ങൾ മേടിച്ചോളൂ, നിങ്ങൾക്ക് എവിടെയും പോകണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. അവർ മറ്റുള്ളവർ ഇതുപോലെ ശാസ്ത്രജ്ഞാനം ഉണ്ടാവില്ല, അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കനിഷ്ഠാധികാരിയെ പോലെ അവർക്ക് ഏത് സമയത്തിൽ വേണമെങ്കിലും വീണു പോകാനുള്ള ചാൻസസ് ഉണ്ട്.
അതുകൊണ്ടാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് പഠിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ദദാതി പ്രതികരണാദി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സ്വീകരിച്ചാൽ അത് കൊടുക്കാനും പഠിക്കണം. സ്വീകരിച്ചത് മാത്രം നമ്മൾ മാത്രം പോക്കറ്റിൽ വെക്കുക എന്നുള്ളതല്ല. സന്യാസിക്ക് കാശ് ഉണ്ടാക്കേണ്ടതല്ല സന്യാസിയുടെ ഉദ്ദേശം. സന്യാസിയുടെ ഉദ്ദേശം കൃഷ്ണനാമം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എല്ലാവരെയും വൈഷ്ണവനാക്കി മാറ്റുക, എല്ലാവരും ഭഗവാന്റെ അടുത്ത് തിരിച്ചയക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ കാശുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം ആർക്കും ഉണ്ടാവില്ല, സന്യാസിക്ക് ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം അഥവാ എന്തെങ്കിലും ദക്ഷിണ കിട്ടിയാൽ സ്വീകരിക്കും, അത് കൃഷ്ണാബോധത്തിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൃഷ്ണാബോധത്തിന് വേണ്ടിയിട്ട് ഇനിയെടുത്ത് അതിനെ തിരിച്ച് ഡൊണേറ്റ് ചെയ്യാനും ആർക്കറിയാം, ഈ വ്യക്തിക്ക്, ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ വ്യക്തിയാണ് നമ്മൾ എന്തായിട്ട് ഇത് ചെയ്യണം. ഇനി ഒരു സീനിയർ ഡിവോട്ടിയെ, സീനിയറായ ഭക്തനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. ഭക്തന്മാരെ പൊതുവെ റെസ്പെക്ട് ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞു, കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം നാമം ജപിക്കുന്നവരെ കണ്ടാലേ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അദ്ദേഹം ദീക്ഷ മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കാലി വീണ് നമസ്കരിക്കണം. കാരണം അവരിപ്പോൾ പരമ്പരയിൽ വന്നു, അവർ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവർ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഴുവൻ സമയം കൃഷ്ണന് വേണ്ടിയിട്ട് അവർ അർപ്പിച്ചിരിക്കുകയാണ്. അവർ മഹാത്മാവാണ്, അവർ ഗ്രേറ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ 3 കാറ്റഗറി പറഞ്ഞു. തുടക്കക്കാരനാകുമ്പോൾ ഇൻ കേസ് അവർ തുടക്കക്കാരനാണ് എങ്കിൽ പോലും നമ്മളവരെ ഹരേ കൃഷ്ണ പ്രഭു റെസ്പെക്ട് ചെയ്യാം, പറ്റുമെങ്കിൽ നമസ്കരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് നമസ്കരിച്ചാൽ. പക്ഷെ ഒരു മധ്യമധികാരി, അദ്ദേഹം ശാസ്ത്രം അറിയാം, അദ്ദേഹം പ്രചരണം ചെയ്യുന്നു, ഒരുപാട് പേരെ കൃഷ്ണാബോധത്തിൽ കൊണ്ടുവരുന്നു, അദ്ദേഹം പ്രീച്ച് ചെയ്യുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് കോൺഷ്യസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ കാലി വീണ് തന്നെ നമ്മൾ നമസ്കരിക്കും. കാരണം അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമുക്ക് കൃഷ്ണഭക്തി കിട്ടും. ഒരിക്കലും ഒരു വൈഷ്ണവന്റെ കാലി വീണ കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ നിന്ന് എന്താണോ അവരിലുള്ളത് ആ അനുഗ്രഹം നമുക്കുണ്ടാകും. അതേ ഇതൊരു ഉത്തമ ഭക്തനാണെങ്കിൽ തീർച്ചയായും നമ്മൾ എങ്ങനെയാണ് ആ കാരുണ്യം, കാരണം അവർ വീണ് ഏതോ ദൂരത്ത് പോകുന്ന ആളായിരിക്കും, നമ്മുടെ അടുത്ത് പോലും നിൽക്കില്ല, പക്ഷെ നമ്മൾ നമസ്കരിക്കുന്നത് അവരുടെ കണ്ണിൽ പെട്ടാൽ കൃഷ്ണാമതിരസ്തു, കൃഷ്ണനെ നീ മറക്കാതിരിക്കട്ടെ എന്നൊരു അനുഗ്രഹം തരും. ആ അനുഗ്രഹം തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ നമ്മളും ഈ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നോക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ഒരു തുടക്കക്കാര ഭക്തന്റെ അടുത്ത് എന്താ പറയാ, അദ്ദേഹത്തിന് വന്നിട്ട് ഒരു കൃഷ്ണഭക്തിയെ ഇല്ലാത്ത ഒരാളുടെ അടുത്ത് അവർ അസോസിയേറ്റ് ചെയ്യാൻ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഒരുപാട് നോൺ ഡിവോട്ടി ആണെങ്കിൽ ഈ തുടക്കക്കാര ഭക്തൻ അവിടെ അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാൽ പ്രചരണം നാമം ജപിപ്പിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഇനി ഈ തുടക്കക്കാര ഭക്തൻ നേരെ പോയിട്ട് ഉത്തമ അധികാരിയുമായിട്ട് എപ്പോഴും കണക്ഷൻ വെച്ചിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്കറിയില്ല ഈ ഉത്തമാധികാരി എങ്ങനെ റെസ്പെക്ട് ചെയ്യണം. ഒരു സന്യാസി, ഒരു മഹാരാജിന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ പോയിട്ട് സാധാരണ ഒരു ഓഫീസിൽ ഒരാളെ കാണുമ്പോൾ സുഖമാണോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചിലർ തോളിലൊക്കെ തട്ടും. ഈ ഫോറിനേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സന്യാസിമാരുടെ തോളിൽ കൈയിട്ടിട്ട് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല ഒരു സന്യാസിയെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പോലും. സന്യാസിയെ കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമസ്കരിക്കണം, നമസ്കരിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണി കിടക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കൃഷ്ണന് തുല്യമായ വ്യക്തികളാണ് എപ്പോഴും. കൃഷ്ണൻ എന്താണ്, ഭൂമിയിൽ വന്നത് തന്നെ ഭഗവത്ഗീത ഉപദേശിക്കാൻ. ഇവർ എപ്പോഴും ഭഗവത്ഗീത പറഞ്ഞു നടക്കുന്നു. കൃഷ്ണൻ ചെയ്യുന്ന അതേ ജോലിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും കൃഷ്ണനെ പോലെ ഉള്ള വ്യക്തികളാണ്. കൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ ഭക്തന്മാര് എന്നെ പോലെ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം അവരെ? അതുപോലെ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ നമ്മൾ അറിയാതെ ഒരു കനിഷ്ഠ അധികാരി ഒരു വലിയ ഭക്തനുമായിട്ട് കൂട്ടുകൂടിയാൽ കുറച്ച് നാൾ ഫെമിലിയാരിറ്റി കാരണം അവർ റെസ്പെക്റ്റേ കൊടുക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ഡിസ്റ്റൻസ്. ഒന്നുകിൽ നമ്മുടെ തുല്യമായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഫ്രണ്ട്ഷിപ്പായിട്ട് നടക്കാം. താഴെയുള്ളവർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഏറ്റവും മേലെയുള്ളവരുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസിൽ അവരെ റെസ്പെക്ട് ചെയ്ത് അവർക്ക് സേവനം അനുഷ്ഠിക്കണം. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഡിവോട്ടി ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇടപഴകുമെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു അപരാധം ഉണ്ടാകാനോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആ ജ്ഞാനം, ആ കാരുണ്യം നമുക്ക് കിട്ടാതെയും പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഒരു അധ്യായത്തിൽ നമ്മളിങ്ങനെ ഓരോ പ്രോസസ്സിൽ ഇങ്ങനെ വന്നതാണ്, ഓരോന്ന് പഠിച്ച് വന്നതാണ്. എങ്ങനെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കണം, പിന്നെ എന്തൊക്കെയാണ് ഭക്തിക്ക് ഉതകുന്ന കാര്യം, എന്തൊക്കെയാണ് ഭക്തിക്ക് തടസ്സം വരുന്ന കാര്യം. അത് കഴിഞ്ഞ് ഭക്തന്മാരാരാണ്, ഭക്തന്മാർ 3 കാറ്റഗറി പഠിച്ചു. ഇനി ഭക്തന്മാരെ ഈ 3 കാറ്റഗറിയിലാണോ കാണേണ്ടത്
അല്ല എല്ലാരെയും ഭക്തന്മാരായിട്ട് കാണാമോ എന്നുള്ള ശ്ലോകം അടുത്തത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന ഭക്തന്മാരാണെങ്കിലും എല്ലാരെയും ഒന്നുപോലെ കാണണ്ട. കാരണം എല്ലാവർക്കും വ്യത്യാസം, ഒരുവർക്ക് വളർന്നു വരുന്നവരാണ്. പക്ഷെ ഒരു കനിഷ്ഠ അധികാരി തീർച്ചയായിട്ടും എന്തായിട്ട് ഒരു ഉത്തമ അധികാരിയായിട്ട് മാറും എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പഠിച്ചു. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൺഫ്യൂഷൻ ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഒരു സംശയം പ്രഭു. നമ്മളൊരു ഡിവോട്ടിയാണ്. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? കേൾക്കുന്നില്ലേ പ്രഭു? കേൾക്കുന്നില്ലേ? മാതാജിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. നമ്മള് ജഡ്ജ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ജപം, നമ്മുടെ സാധനകളൊക്കെ, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടും നമ്മുടെ സീനിയർ ഡിവോട്ടിയുടെ നിന്ന്. ഒരു സീനിയർ ഡിവോട്ടിയെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമുക്ക് സാധന ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ അദ്ദേഹം പറയാണ്, മാതാജി ഇനി മുതൽ 8 മാല ജപിക്കൂ, അല്ലെങ്കിൽ പറയാണ് നിങ്ങൾ ശ്രദ്ധാവാൻ എടുക്കൂ, ശ്രദ്ധാവാനിൽ 4 മാലയാണ്, അപ്പൊ കൃഷ്ണ സാധക എടുക്കും, കൃഷ്ണ സേവക്ക് എടുക്കും, അതിൽ 8 മാല ജപിക്കണം, ഇത്രയും ബുക്സുകൾ വായിക്കണം, ഏകാദശി വ്രതം എടുക്കണം, പ്രഭുപാദ ആശ്രയം എടുക്കൂ, 16 മാല ജപിക്കണം, ബുക്ക് വായിക്കണം, ഇന്ന കാര്യം ചെയ്യണം എന്ന് നമുക്കൊരു ഗൈഡൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കുറച്ച് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശ്രമിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അത്യാവശ്യത്തിന് ക്വാളിറ്റി നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ദീക്ഷ എടുത്തിട്ടില്ലെങ്കിൽ ഇതുവരെയും ഏതിൽ വന്നില്ല, കനിഷ്ഠ അധികാരി പോലും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഈ ബുക്ക് അനുസരിച്ച്. ഓക്കെ, നമ്മൾ ഇതുവരെയും ദീക്ഷ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതിൽ വന്നിട്ടില്ല, കനിഷ്ഠ അധികാരിയിൽ വന്നിട്ടില്ല. ഇനി അഥവാ നമ്മൾ ദീക്ഷ എടുത്തു, പക്ഷെ ദീക്ഷ എടുത്തിട്ട് നമ്മൾ ഈ ബുക്കിലുള്ള കാര്യം വെച്ച് നോക്കിയാൽ നമ്മൾ ആൾക്കാരെ കുറ്റം പറയുന്നുണ്ടോ? കുറ്റം പറയുന്നുണ്ട്. അത് എപ്പോഴും പറയുന്നുണ്ടോ? മിക്കവാറും പറയാറുണ്ട്. പറയാതിരിക്കുന്നത് കുറവാണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, കനിഷ്ഠാധികാരിയുടെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എല്ലാ ഡിവോട്ടീസിനും സേവനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പൂജാ സേവനത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ പൂജാ സേവനത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഓ ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നത്, കനിഷ്ഠാധികാരിയുടെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഡിവോട്ടി എന്തെങ്കിലും അവരുടെ വിഷയം പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു താല്പര്യം വരുന്നുണ്ടോ? ഒരാൾ ഒരു ബിസിനസ് പറയുന്നു, അല്ലെങ്കിൽ ഒരാൾ വേറെ എന്തെങ്കിലും ഒരു ഭൗതിക വിഷയം പറയുമ്പോൾ അത് കേൾക്കാനും അത് ചെയ്യണം എന്നുള്ള താല്പര്യം നമുക്ക് വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇപ്പോഴും ഏത് അവസ്ഥയിലായിരിക്കുന്ന, കനിഷ്ഠാധികാരിയ അവസ്ഥയിലാണ്. ഇങ്ങനെ ശാസ്ത്രം വെച്ചുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം. അതിനാണ് ഈ ബുക്ക് തന്നിരിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും. ഒരിക്കലും ഇനി വേറൊരു ഡിവോട്ടിയെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ വ്യക്തി ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 3 കാറ്റഗറി ഉണ്ട്. എന്നാലും എപ്പോഴും നമുക്ക് ഭക്തന്മാരെ അളക്കാൻ പറ്റില്ല. എങ്ങനെ അളക്കും? ഈ വ്യക്തിയെ ജപിക്കുന്ന വ്യക്തിയാണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അദ്ദേഹം പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ഡെയിലി അവരുടെ കൂടെ ഇരുന്ന് കാണുന്നുണ്ടോ 16 മാല ജപിക്കുന്നത്? ചില ബിഹേവിയറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ക്വാളിറ്റി. ഇല്ലെങ്കിൽ ഒരാള് വേറൊരാളെ ഭക്തനാക്കി മാറ്റിയാൽ അപ്പൊ മനസ്സിലാക്കാം ഇദ്ദേഹം വലിയ ഭക്തനാണെന്ന് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന് വേറൊരു ജീവാത്മാവിനെ ഭക്തിയിൽ കൊണ്ടുവരാൻ സാധിച്ചു, നാമം ജപിപ്പിക്കാൻ സാധിച്ചു. വളരെ എന്താ പറയാ, അദ്ദേഹം വലിയ ഗ്രേറ്റ് ഡിവോട്ടിയാണ്. കാരണം അങ്ങനെയൊന്നും നിസ്സാരം നടക്കില്ല. നമ്മൾ വിചാരിച്ച നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലും ജപിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഓഫീസിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാളിനെ നമുക്ക് ജപിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ആ ജപിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ആര് ചെയ്യുന്നു അവർക്ക് ക്വാളിറ്റി ഉണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? പ്രഭു ചായ കോഫി ഉള്ളി ഇതൊക്കെ നിർത്തിയിട്ടില്ല, അത് വല്ല ദോഷമുണ്ടോ? ഇതൊക്കെ ഉടനെ നിർത്തണമെന്നില്ല. ഒന്നും ഫോഴ്സ് ചെയ്ത് ഈവൻ നോൺ വെജ് കഴിക്കുന്നവരുണ്ടാവാം. അതില്ല.
ഓക്കെ, ഞാൻ പറയുന്നു കോമൺ ആയിട്ട്. അവരായിരുന്നാലും മനസ്സിലാക്കിയിട്ട് സാഹചര്യം കണക്കാക്കി നമ്മൾ നിർത്തിയാൽ മതി. ഒന്ന് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ തിരിച്ച് നമുക്ക് വരാനൊരു ചാൻസ് ഉണ്ടാകും. ഒരു ടെംപ്ടേഷൻ നമ്മളിൽ നിന്ന് മാറി കാണില്ല. അപ്പം അത് മനസ്സിലാക്കണം, ഇത് വേണ്ട, ഇതെനിക്ക് പറ്റാത്തതാണ്. പിന്നെ അതേപോലെ ചായ കാഫിയൊക്കെ ആ സാഹചര്യം അനുസരിച്ച് ചിലർക്ക് വിടാൻ പറ്റില്ല. എനിക്കറിയാം, ഞാൻ പ്രീച്ച് ചെയ്ത ഒരു ഡിവോട്ടി ഒരുപാട് കാലം ചായ മാത്രം എല്ലാം ഉപേക്ഷിച്ചു. വർഷങ്ങളോളം അദ്ദേഹത്തിന് ചായ കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, പ്രഭു ഞാൻ ഡെയിലി ഒരു 5 ചായ കുടിക്കും പ്രഭു. രാവിലെ പോവും, പിന്നെ കടയിലിരുന്നിട്ട് ഒരു 11 മണിക്ക് കുടിക്കും, പിന്നെ ഉച്ചയ്ക്ക് വരും, പിന്നെ 4 മണിക്ക് കുടിക്കും, പിന്നെ 8 മണിക്ക്, പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കും. ഇതെങ്ങനെ എനിക്ക് വിടാനേ പറ്റുന്നില്ല പ്രഭു എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് പറയും. അത് അവരുടെ ബുദ്ധിമുട്ടാണ്. അവരങ്ങനെ ഒരുമാതിരി അഡിക്റ്റഡ് പോലെയാണ്. ഈ എന്തെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരും ഇതുപോലെയാണ്. അത്ര നിസ്സാരം അവരെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ആ ഡിവോട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, പ്രഭു ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ഒരു 2 നേരത്തെ ചായ കട്ടി, ഒന്നെങ്കിൽ 11 മണിക്കുള്ളത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വരുന്ന ഒരു 4 മണിക്കുള്ള ഏതെങ്കിലും ഒരു നേരത്തിന് അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ അത് സാധിച്ചു. ഒരു നേരമല്ലേ കട്ട് ചെയ്തിട്ട് രാത്രി കുടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു അതിനെ കുറച്ചുകൂടെ ആക്കി. അങ്ങനെ പതുക്കെ 2 വർഷം 3 വർഷം കൊണ്ട് പുള്ളി മൊത്തവും ചായ ഉപദേശിക്കും. അപ്പം അങ്ങനെ തന്നെ ചെയ്യണം. ഉടനെ ഒരു ദിവസം കൊണ്ട് ഉപേക്ഷിച്ചാൽ പിന്നെ 2-3 ദിവസം കാണുമ്പോൾ കുടിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെയല്ല, അത് മനസ്സിലാക്കി എനിക്ക് പറ്റും എന്ന് വരുന്ന എൻ്റെ സാഹചര്യം ഓക്കെ എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ താങ്ക് യു. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ശ്ലോകത്തിൽ കാണാം. താങ്ക് യു. വാഞ്ചകൽപതരുഭ്യസ്യ കൃപാ സിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ശ്രീ പ്രഭുപാദ് കി ജയ്. ഗൗരപ്രേമാനന്ദ.